ഹായ് എല്ലാവർക്കും റോമസിലേക്ക് സ്വാഗതം. RRB ജൂനിയർ എഞ്ചിനീയർമാരുടെ ഒരു സ്വപ്ന ജോലി തന്നെയാണെന്ന് പറയാം റെയിൽവേയില്. അത് ഈ വർഷം വിളിച്ചിരിക്കുകയാണ് മക്കളെ. അപ്പോ നിങ്ങൾക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും, എന്താണ് ഈ ജൂനിയർ എഞ്ചിനീയർ പ്രൊമോഷൻ ചാൻസസ് എങ്ങനെയാണ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, എല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കളയാം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ RRB ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2025. അപ്പൊ ഇത് നോക്കണം മക്കളെ, ഡേറ്റ് അല്ലെ, ഓപ്പൺ ഡേറ്റ് എന്താണ് 31/10, അതായത് ഒക്ടോബർ 31 തൊട്ടൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇവിടെ നവംബർ 30 വരെ കേട്ടോ. ഇവിടെ നവംബർ 30 അവസാന ഡേറ്റ് വരുന്നത്. അപ്പൊ അതിന് നിങ്ങൾ മക്കളെ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു റെയിൽവേയിലെ എഞ്ചിനീയർ, ഞാൻ 60,000 രൂപയിൽ കൂടുതൽ സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ് ഇത് അല്ലെ. നിങ്ങൾ ബിടെക്കോ ഡിപ്ലോമയ്ക്കോ ആണെങ്കിൽ എന്താ, നിങ്ങൾക്ക് പ്രൗഡ് ആയിട്ടുള്ള റെയിൽവേ ജോലി എന്ന് പറയാൻ എന്താ പറയാ, RRB ജൂനിയർ എഞ്ചിനീയർ. ഓക്കെ, അപ്പൊ ഈ ജൂനിയർ എഞ്ചിനീയർ എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, ഏതൊക്കെയാണ് ഏജ് ലിമിറ്റ് നമുക്ക് നോക്കിക്കളയാം. ഇവിടെ മക്കളെ ഇവിടെ നോക്കണ, ഈ പ്രാവശ്യം റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ നോക്കിക്കട നിലവിലെ വേക്കൻസി നോക്കിയട 2569 കേട്ടോ. നോക്കണ ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ തന്നെ DMS ഉണ്ട്, പിന്നെ CMA ഇതിലേക്കാണ് വിളിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കാം, ലെവൽ 6 പോസ്റ്റ് ആണ് നമ്മൾ ഈ വരുന്നത്. നോക്ക, എന്റെ ഇനിഷ്യൽ പേ എത്രയാണ്, 35,400 ഇനിഷ്യൽ പേയ്മെന്റ് കേട്ടോ. ഇനി 18 ടു 33 വയസ്സുള്ളവർക്ക് എന്താ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും അല്ലെ. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് നിങ്ങളുടെ യോഗ്യത, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ പല പല ഡൗട്ടുകളുണ്ട്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. മക്കളെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. എടാ ഇവിടെ ശ്രദ്ധിക്കടാ, 3 ഇയർ നമുക്ക് കാണാൻ പറ്റില്ല, 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, അതുപോലെ എന്താണ് ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അതായത് ഡിപ്ലോമ 3 വർഷം പഠിച്ചവർക്കും ബിടെക് ഉള്ളവർക്കും എന്ത് ചെയ്യണം, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ സാധിക്കും കേട്ടോ. അപ്പോ ആ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഡിപ്ലോമ 3 ഇയർ പഠിച്ചവർക്കും അതുപോലെ ബിടെക് പഠിച്ചവർക്കും. അപ്പൊ ഏതൊക്കെ ബിടെക്കാർക്ക് അപ്ലൈ, ഏത് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് നോക്കണം, മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു ഇതിൽ സ്ട്രീമിലേക്ക് വരുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ് അല്ലെ, മെക്ക ഇലക്ട്രോണിക്സ്, ഇവർക്ക് എല്ലാവർക്കും എന്താണ് ഈ മെക്കാനിക്കൽ അലൈഡ് എഞ്ചിനീയറിംഗിൽ അപ്ലൈ സാധിക്കും കേട്ടോ. ഇനി അടുത്ത ഇലക്ട്രിക്കൽ അലൈഡ് എഞ്ചിനീയറിംഗ് അല്ലെ. അപ്പൊ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പിന്നെ എന്താണ്, ഇവർക്ക് ഇവിടെ പറഞ്ഞു നോക്കാം, കോമ്പിനേഷൻ ഓഫ് എനി സബ്സ്ട്രീം ഓഫ് ഓൺ ദി ബേസിസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. സബ്സ്ട്രീം ആയിട്ട് പഠിച്ചവർക്ക് എന്ത് ചെയ്യണം, ആ എന്ത് കോഴ്സ് പഠിച്ചവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ സാധിക്കും കേട്ടോ. അത് എല്ലാത്തിലും പറ്റുന്നതായി കേട്ടോ. ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് വരുമ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, പിന്നെ ഇൻസ്ട്രുമെന്റേഷൻ പറയുന്നുണ്ട്, പിന്നെ അതുപോലെ കമ്പ്യൂട്ടർ സയൻസ്. ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയടാ നമ്മളെ എന്താ ഇലക്ട്രോണിക്സ് അലൈഡ് എഞ്ചിനീയറിംഗ് കേട്ടോ. പിന്നെ ഈ സിവിൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് അലൈഡ് എന്ന് സിവിൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ യോഗ്യത, ഈ ട്രേഡൊക്കെ പഠിച്ചാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ സാധിക്കും ഏതാ, ജൂനിയർ എഞ്ചിനീയറിലേക്ക് കേട്ടോ. ഇനി വേറെ പോസ്റ്റ് ഉണ്ട്, CMA എന്ന് പറഞ്ഞ പോസ്റ്റ്. അതിലേക്കാണ് നിങ്ങൾക്ക് എന്താ പറയാ, BSc ഫിസിക്സ് കെമിസ്ട്രി ഉള്ളവർക്കും അപ്ലൈ സാധിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നോക്കിയിട്ട് ഈ സിവിലിൽ ഒരു കാര്യത്തിൽ പറയാം, സിവിൽ BSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 3 ഇയർ സിവിൽ എഞ്ചിനീയറിംഗ് BSc ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ സാധിക്കും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് മക്കളെ ഡീറ്റെയിൽഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്. ഇനി ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഒരു ഉദ്യോഗാർത്ഥി, ഒരു സ്റ്റുഡന്റ് ആണ്, അവൻ SSC CGL വേണ്ടി നല്ല പ്രിപ്പയർ ചെയ്തു, പക്ഷെ CGL കിട്ടിയില്ല. പക്ഷെ JEE എക്സാം അവന് കിട്ടി, ആ പ്രതീക്ഷിച്ച വർഷം അവന് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയണ, നിങ്ങൾക്ക് ഒരു ബിടെക് ഒക്കെ യോഗ്യതയുള്ളവർക്കാണെങ്കിൽ ഞാൻ പറയണ, കോമ്പറ്റീഷൻ വളരെ കുറവാണെന്ന് ഞാൻ പറയണ. ഏത് മറ്റേതാ കോമൺ, അതായത് ഇപ്പൊ CGL അല്ലെങ്കിൽ NTPC വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് JEE കോമ്പറ്റീഷൻ കുറവാണ്. നിങ്ങളത് മനസ്സ് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ബിടെക് അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്ക്. പല ഉദ്യോഗാർത്ഥികളും CBT1 പാസ്സായപ്പോഴാണ് അറിഞ്ഞത് ഞാൻ പാസ്സായത് അല്ലെ. പക്ഷെ വേണ്ടത്ര പ്രിപ്പറേഷൻ ഇല്ലാത്ത പോയി. കാരണം എന്താണ്, JEEക്ക് പ്രിപ്പയർ ചെയ്തില്ല. ഞാൻ JEEക്ക് ഞാൻ പറഞ്ഞില്ല, നിങ്ങളൊന്ന് നല്ലപോലെ മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജൂനിയർ എഞ്ചിനീയർ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിടെക് യോഗ്യതയുള്ളവരൊക്കെ പലരും എന്താ പ്രൈവറ്റ് ഫീൽഡിലേക്കാണ് കൂടുതലും പ്രിപ്പയർ ചെയ്യണ ജോലിക്ക് പോകുന്നത്. ഒരു ഗവൺമെന്റ് എക്സാംസിന് വേണ്ടി ഒരു ഗവൺമെന്റ് എഞ്ചിനീയർ ആകാൻ വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്താണ് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മക്കളെ ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്, എങ്ങനെ നിങ്ങൾ പഠിക്കണം, ഈ ജോബിന് പ്രൊമോഷൻ ചാൻസ്, അതാണ് ഞാൻ നിങ്ങൾ പറയാൻ പോണത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് സെലക്ഷൻ പ്രോസസ് എന്ന് വെച്ചാൽ ആദ്യം CBT1 എക്സാം ഉണ്ടാവും, പിന്നെ അത് ജയിച്ചു കഴിഞ്ഞാൽ CBT2 ഉണ്ടാവും, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ. ഇതാണ് സെലക്ഷൻ വരുന്നത്.
CBT1 ആദ്യത്തെ എക്സാംസ് എന്താ ഒരു നോൺ ടെക്നിക്കൽ പേപ്പർ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ടെക്നിക്കൽ സബ്ജക്ട്സും നോളജും ഉണ്ടാകത്തില്ല, നോൺ ടെക്നിക്കൽ അല്ലെ. അപ്പൊ അതിന്റെ സിലബസ് ഒക്കെ നോക്കണം. ആ സിലബസ് മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർസ് ഉണ്ട്, സയൻസും അല്ലെ. നോക്കിയാ 30, 25, 15, 30 എന്ന രീതിയിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ മൊത്തം 100 മാർക്കിന്റെ എക്സാം ആണ് വരുന്നത്. ഇതാണ് നോൺ ടെക്നിക്കൽ പേപ്പർ ഫസ്റ്റ് പേപ്പർ അല്ലെ. ഇനി CBT1 നിങ്ങൾ ക്വാളിഫൈ കഴിഞ്ഞാൽ CBT2 നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാം. CBT2 നോക്കണം. ജനറൽ അവയർനെസ് 15, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 15, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എത്ര 10, പിന്നെ ബേസിക്സ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ എത്ര ആവർഷം കൺട്രോൾ 10. പിന്നെ ശ്രദ്ധിക്കുക ടെക്നിക്കൽ എബിലിറ്റീസ് 100 മാർക്ക് ഉണ്ട് മക്കളെ. ആ 100 മാർക്ക് എന്താ നിങ്ങളുടെ സ്ട്രീം അനുസരിച്ചാ. അത് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കലി, ഇലക്ട്രിക്കലിന്, സിവിലിന് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അത് നിങ്ങൾ പഠിച്ച ടെക്നിക്കൽ പേപ്പറായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ ഇതാണ് സെക്കൻഡ് പേപ്പർ. ഇതുകൂടി പാസ്സായി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ഡോക്ടർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കണം. ഞാൻ പറഞ്ഞില്ല, നിങ്ങളൊന്ന് മനസ്സിരുത്തി പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് എടുക്കാൻ സാധിക്കുന്ന. ഓക്കെ, ഇതിന്റെ പ്രൊമോഷൻ ഞാൻ പറയണം, വളരെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു എഞ്ചിനീയർ ആഗ്രഹിക്കുന്ന പ്രൊമോഷനാണ് ഇത് വരുന്നത്. നിങ്ങൾ കയറുമ്പോൾ നോക്കണം, ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് ഗ്രേഡ് പേ എത്രടാ 420 ഗ്രേഡ് പേയിലാണ് നിങ്ങൾ കയറേണ്ടത് കേട്ടോ. അതിന് 4020, അതിന് സീനിയർ എഞ്ചിനീയർ വരും 4600 ഗ്രേഡ് പേയിലേക്ക് കയറുന്നതായിരിക്കും. അതിനുശേഷം സീനിയർ സെക്ഷൻ എഞ്ചിനീയർ, അതിനുശേഷം അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ, സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർ. ഇതാണ് നിങ്ങൾക്ക് പ്രൊമോഷൻ വഴി നിങ്ങൾക്ക് കിട്ടുന്നത് ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് കയറി കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞിട്ടുള്ള മക്കളെ, നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ 60,000 രൂപയും മെയിൻ സാലറിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി അടുത്ത പേ കമ്മീഷൻ ഒക്കെ ആകുമ്പോൾ വീണ്ടും സാലറി നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യണം. നല്ലൊരു പ്രൗഡ്ഫുൾ ആയിട്ടുള്ള ജോബാണ് മക്കൾ വരുന്നത്. അപ്പൊ നിങ്ങളുടെ യോഗ്യത ഒരു ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ 3 ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ടൈം ആണെന്ന് ഞാൻ പറയണം. അപ്പൊ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ, നിങ്ങൾ ജയിപ്പിക്കാനായിട്ട് ഞങ്ങൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. RRB JEE നമ്മുടെ പുതിയ ബാച്ച് ഉണ്ട്. ഞാൻ പറഞ്ഞ ഫസ്റ്റ് എക്സാം നമ്മൾ തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യേണ്ട എക്സാം ആണ് അല്ലെ. കാരണം അതിനായി അപേക്ഷിച്ചിരിക്കും അടുത്ത എക്സാം വരുന്നത്. വേറെ കാര്യം പറഞ്ഞ ഈ 2 എക്സാമുകളും തമ്മിൽ അധികം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന സമയം. കഴിഞ്ഞ വർഷം തന്നെ പല ഉദ്യോഗാർത്ഥികളും CBT1 ജയിച്ചു കഴിഞ്ഞപ്പോൾ CBT2 അറിയുന്നത് തന്നെ പഠിക്കാൻ സമയം കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയണ റോംബസ് നിങ്ങൾക്ക് എന്താ ഇതിന് 2ന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. CBT1 CBT2 അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ റെയിൽവേ എക്സാംസ് ഒക്കെ എപ്പോഴും ഞാൻ പറഞ്ഞ CBT1 കഴിഞ്ഞ അപ്പൊ തന്നെ CBT2 പഠിച്ചു തുടങ്ങണം മക്കളെ. കാരണം സമയം ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഈ ബാച്ച് കൂടുതൽ വരികൾക്ക് താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെട്ട മക്കളെ നല്ലൊരു അവസരമാണ്. ബിടെക്കാർക്കും ഡിപ്ലോമക്കാർക്കും നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യണോടാ. 30-ാം തീയതി ലാസ്റ്റ് ഡേറ്റ്, നവംബർ. അതിന് മുമ്പ് എല്ലാവരും അപ്ലൈ ചെയ്യണം. ഓൾ ദിവസം